പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് വോയിസിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഏതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളത് പരിചയപ്പെടാം. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തികച്ച് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഓൾഡ് ട്രാൻസ്ലേറ്റർ ഇതാണ്. ഇതിപ്പം ന്യൂ ട്രാൻസ്ലേറ്റാണ്. ഈ ട്രാൻസ്ലേറ്റിനകത്ത് ഓൾഡ് ട്രാൻസ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേറ്റിനകത്ത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വോയിസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ നമുക്കിപ്പോൾ പുതിയത് വന്നിരിക്കുന്ന ട്രാൻസ്ലേറ്റ് ഇത് ഈ ഒരു എംബ്ലത്തിലാണ് വരുന്നത്. ഈ ഒരു ട്രാൻസ്ലേറ്റ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ ഇംഗ്ലീഷ് ടു മലയാളമാണ്. നിങ്ങൾക്ക് ഇതിലൊന്ന് ജസ്റ്റ് ഈ ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാൻ മലയാളം ടു ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടും ഇവിടെ ഇത് നമുക്ക് കറക്റ്റായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വായിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ സ്ക്രീൻ വലുതാക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തും നമുക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് തരും. അതുപോലെ തന്നെ താഴെ നമുക്ക് ഇവിടെ കൺവേർഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ വോയിസിൽ ഹായ് ഹൗ ആർ യു നമുക്കിതുണ്ടോ, ഇത് നമുക്കിപ്പോൾ ഇംഗ്ലീഷിലോട്ട് മാറ്റണം. ഇവിടെ ചൈനയിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഇംഗ്ലീഷിലോട്ട് മാറ്റണം. ഇംഗ്ലീഷ് ടു മലയാളമാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തുണ്ട് വിശേഷം, സുഖമാണോ. ഇപ്പോൾ ഇവിടെ കണ്ടോ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നും കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടോ. ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലുത് ഇവിടെ ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് ഒരാളോട് സംസാരിക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടത്. ഞാനിവിടെ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ മലയാളം ലാംഗ്വേജ് നമുക്ക് ഏറ്റവും താഴെ തന്നെ ലഭിക്കും. മുകളിൽ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മലയാളം ടു ഇംഗ്ലീഷ് വന്നു. എന്തുണ്ട് വിശേഷം, സുഖമാണോ, നിങ്ങളെവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരാളോട് ഇതുപോലെ ലൈവായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്കിവിടെ ഇത് പ്ലേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഞാനിവിടെ സൗണ്ട് കുറച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കിവിടെ ഇത് പ്ലേ ചെയ്യാനായിട്ടും പറ്റും. ഇത് നല്ലൊരു ട്രാൻസ്ലേറ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.